പ്രത്യേക തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായുടെ ഈ സാന്ത്വന കൂടാരത്തിലേക്ക് സ്നേഹാദരോടുകൂടി വന്ദനം. കേരളം ഒരിക്കൽ കൂടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അതിൻ്റെ അലകളും ആരവങ്ങളും ഒക്കെ ഒന്ന് അവസാനിച്ച കാലമാണ്. തെരഞ്ഞെടുപ്പ് പൊതുവെ ഒരു മത്സരമായിട്ട് മാറുന്നു. ആ ജനാധിപത്യ മത്സരത്തിൻ്റെ കറ നമ്മുടെ ചൂണ്ടുവിരലിൽ നിന്ന് ഇതുവരെയും മാഞ്ഞിട്ടുമില്ല. അതെ, അതിൻ്റെ കറ ഇതുവരെയും മാഞ്ഞിട്ടില്ല. കൽപ്പറ്റ മാഷിൻ്റെ ഒരു ആർട്ടിക്കിൾ ഈ അടുത്ത കാലത്ത് വന്ന ഒരു മാഗസിൻ അങ്ങനെയാണ്, ചൂണ്ടുവിരലിലെ ജനാധിപത്യത്തിൻ്റെ കറ മാഞ്ഞു തുടങ്ങിയിട്ടില്ല. എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൻ്റെ സ്വകാര്യതയ്ക്കകത്തും ആത്മീയതയുടെ സ്വകാര്യതയ്ക്കകത്തുമൊക്കെ ഈ മത്സരം ഇന്നും വല്ലാതെ പെരുകുന്നുണ്ട്. കുറേ കൂടി മത്സരബോധമില്ലാതെ ഒരു സ്നേഹത്തിൻ്റെ സാഹോദര്യ ബോധത്തിലൊക്കെ ഒന്ന് ജീവിക്കാനായിട്ട് പറ്റുമോ എന്നുള്ള ഒരു ചെറിയ വിചാരം നമുക്കൊന്ന് പരസ്പരം ഒന്ന് കൈമാറാം. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 45-46 വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ ഒരു വലിയ ചർച്ച യേശുവിൻ്റെ ശിഷ്യന്മാർക്കിടയിൽ നടക്കുന്നുണ്ട്. ചർച്ച നടത്തിയ മഹാന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാരാകുമ്പോൾ എന്ത് വലിയ വിഷയമായിരിക്കാം അവർ ഉന്നയിക്കുക. സ്വർഗരാജ്യത്തെക്കുറിച്ചോ നിത്യതയെക്കുറിച്ചോ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് അവർ ചർച്ച ചെയ്യാനായിട്ട് മുതിരുന്നു എന്നൊരു തോന്നൽ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ വേദഭാഗം ഒന്നെടുത്ത് വായിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 45-46 ഭാഗം. അവിടെ നടന്ന ചർച്ച ഇത്രയുമുള്ളായിരുന്നു: തങ്ങളിൽ ആരാണ് വലിയവൻ, തങ്ങളിൽ ആരാണ് വലിയവനെന്നൊരു ചർച്ച നടത്താനായിട്ട് അവർ മുതിരുകയാണ്. അങ്ങനെ എല്ലായിടത്തും ഇത്തരം ഒരു മത്സരം നടക്കുന്നുണ്ട്. യാക്കോബും യോഹന്നാനും കൂടെ ഒരു സന്ദർഭത്തിൽ യേശുവിൻ്റെ അടുത്തെത്തി. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലുണ്ട്, തങ്ങളിൽ ഒരുവനെ നിൻ്റെ ഇടതും തങ്ങളിൽ ഒരുവനെ നിൻ്റെ വലതും ഇരിക്കാനായിട്ട് അവസരം തരണം നിൻ്റെ മഹത്വത്തിൻ്റെ നാളിൽ. എല്ലാ മത്സരങ്ങളും ഏതോ ഇരിപ്പിടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ട് മാറുകയാണ്. അപ്പോൾ മത്സരങ്ങളിൽ എല്ലാവരും ഏർപ്പെടുന്നു, എല്ലാവരും ചില ഇരിപ്പിടങ്ങളൊക്കെ സ്വന്തമാക്കുകയാണ്. അപ്പോൾ ഈ മത്സരങ്ങളെ ഒന്ന് ഒഴിവാക്കി കുറേ കൂടി സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും സാഹോദര്യബോധത്തിലുമൊക്കെ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ മത്സരം ആരംഭം മുതലേ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആരംഭത്തിലെ ആദ്യ ആരാധനയ്ക്കകത്ത് പോലും ഇത്തരം ഒരു മത്സരമുണ്ടായിരുന്നു. കായേനും സഹോദരൻ അനുജൻ ഹാബേലും ദൈവത്തിന് മുമ്പാകെ ബലിയർപ്പിക്കാനുള്ള പരിശ്രമം, അതൊരു മത്സരമായിട്ട് പതിയെ മാറുന്നുണ്ട്. അങ്ങനെയാണല്ലോ ഒരാൾ വിജയിയാകുമ്പോൾ ഒരാൾ പരാജയമാകുന്നു. പിന്നീടാണ് കാര്യങ്ങളൊക്കെ താറുമാറാകുക. ഓർക്കുക, ജീവിതം മുഴുവൻ ഇങ്ങനെ മത്സരിക്കാനായിട്ട് ഓരോരുത്തരും വെമ്പൽ കൊള്ളുന്നു. ചെറിയ ഒരു നഴ്സറി സ്കൂൾ മുതൽ മുതിർന്ന ഒരു കലാലയം വരെ എടുത്താൽ അവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും പരിശോധിച്ചാൽ പൂർണ്ണമായും പറയാൻ പറ്റും, അവിടെ നടക്കുന്ന ഭൂരിപക്ഷം കാര്യങ്ങൾക്കകത്തും നല്ലൊരളവിൽ മത്സരമുണ്ട്. ഉറപ്പാണ്. ഒരു ക്ലാസ് മുറി നടന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. ഒരു സിമ്പോസിയമായിരുന്നു. ഒരു ഹാള് നിറയെ കുട്ടികളുണ്ട്. കുട്ടികളെന്ന് തീരെ ചെറിയ കുട്ടികളൊന്നുമല്ല, 15 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെ കൊണ്ട് നിറഞ്ഞ ഒരു ഹാളാണ്. രാവിലെ മുതൽ നടന്ന കുറേയധികം ചർച്ചകളും സെമിനാറുകളും കുറേയധികം വിഷയങ്ങളുടെ അവതരണമൊക്കെ നടന്ന് ഏകദേശം തീരാറായപ്പോൾ വളരെ ബുദ്ധിമാനായ ഒരു അധ്യാപകൻ പറഞ്ഞു, ഇനി 1 മണിക്കൂർ സമയം ഒരു ചെറിയ വിശ്രമമാണ്, ഇതിന് വെളിയിൽ പോകാൻ പാടില്ല. ഇന്ന് പകൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒച്ചയിലും നിശബ്ദമായിട്ടും ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് തിരിഞ്ഞൊക്കെ ചർച്ച ചെയ്യാം. പിള്ളേർക്ക് അതും സ്വീകാര്യമാണ്, കാരണം സംഭവം തീരാറായി, ഒരു ദിവസത്തെ അധ്വാനമൊക്കെ തീരുകയാണ്. പക്ഷേ ഈ അധ്യാപകൻ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്തു. നന്നായിട്ട് വീർപ്പിച്ച ബലൂണ് ഓരോ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ അതിൽ അറ്റൻഡ് ചെയ്ത ഓരോ അംഗങ്ങളുടെയും പിറകുവശത്ത് കഴുത്തിന് പിറകി വരാൻ പാകത്തിന് ചെറിയ ചരട് കൊണ്ട് ചുറ്റിക്കെട്ടി. എല്ലാവർക്കും ഭയങ്കര കൗതുകവും അത്ഭുതവും ഒക്കെ തോന്നി. എന്താ ഈ പരിപാടി? അങ്ങനെ മുഴുവൻ ആളുകളുടെയും കഴുത്തിന് പിറകിലായിട്ട് വീർപ്പിച്ച ബലൂൺ ഇങ്ങനെ ഒരു ചരടിൻ്റെ സഹായത്താൽ കെട്ടിയിട്ടിട്ട് പറഞ്ഞു, 1 മണിക്കൂർ സമയം നിങ്ങൾക്ക് ഈ ചർച്ച ചെയ്യാം, നിശബ്ദമായിട്ട് ആലോചിക്കാം, ഗ്രൂപ്പ് തിരിഞ്ഞ് ചിന്തിക്കാം, ഒക്കെ ചിന്തിക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോൾ ബലൂൺ പൊട്ടാത്തയാൾ വിജയിയായിട്ട് പ്രഖ്യാപിക്കപ്പെടും. ബലൂൺ പൊട്ടാതെ സൂക്ഷിക്കുക. അവർക്ക് ആദ്യമൊന്നും പിടികിട്ടിയില്ല. അധ്യാപകൻ പുറത്തു പോയതോടുകൂടി കുഞ്ഞുങ്ങൾ ചർച്ചയൊക്കെ ഒഴിവാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ബലൂൺ അടിച്ച് പൊട്ടിക്കാൻ നോക്കി. ഓടിച്ചാടി അവിടുത്തെ ഫർണിച്ചറുകളെല്ലാം അവർ മാറ്റി നിലത്തിങ്ങനെ കാർപ്പറ്റിലേക്ക് ആയതുകൊണ്ട് ഓടാനും ചാടാനും ബലൂൺ പൊട്ടിക്കാനും സ്വന്തം ബലൂൺ സംരക്ഷിക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമായിരുന്നു.
ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു നിലവിളി കേട്ടു ഹാളിനകത്തുനിന്ന്. എൻ്റെ മാഷെ ഒന്ന് വരികയാണെങ്കിൽ എന്നെ ഇപ്പം വിജയമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റും. പക്ഷേ ഇനി 15 മിനിറ്റ് സമയം കൊണ്ട് ഉള്ളത് കൊണ്ടും ഇവന്മാരുടെ എല്ലാം ബലൂൺ പൊട്ടിപ്പോയത് കൊണ്ടും ഇവന്മാരെല്ലാം ഇപ്പം കൂട്ടമായിട്ട് എന്നെ അറ്റാക്ക് ആയതുകൊണ്ടും എനിക്കിനി അധികം നേരം പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെ ഇപ്പോഴങ്ങൊന്ന് വരുവാണെങ്കിൽ 15 മിനിറ്റിൻ്റെ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ 45 മിനിറ്റ് നേരം ഞാൻ വിജയമായിട്ട് നിന്നില്ലേ, എന്നെ ഒന്ന് സഹായിക്കാമെന്നൊക്കെ വിളിച്ചു ചോദിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഒരധ്യാപനം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. കൃത്യം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ജോലി ഏൽപ്പിച്ചിട്ട് പോയ ആൾ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാം വളരെ ഹാപ്പിയാണ്. ഇന്ന് നിങ്ങൾ ചർച്ചയൊന്നും ഇവിടെ നടന്നില്ല. ഇവിടെ നടന്ന ഒന്നാമത്തെ അംഗമായിരുന്നു. എന്തായിരുന്നു നടന്നത്? ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു. ഒറ്റ ഒരെണ്ണം ജയിച്ചിട്ടില്ല. പക്ഷെ എല്ലാവരുടെയും ബലൂണിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്തേ? അങ്ങോട്ടും ഇങ്ങോട്ടും ബലൂൺ പൊട്ടിക്കാൻ ശ്രമിക്കും. ഞാൻ ഓരോരുത്തരെ പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തവൻ എൻ്റെ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, നമുക്കൊന്ന് കാര്യങ്ങളൊന്ന് റിവൈൻഡ് ചെയ്യാം, പുറകോട്ടൊന്ന് പോകാം. 1 മണിക്കൂർ മുമ്പ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ഹോംവർക്ക് എന്തായിരുന്നു? അപ്പം പിള്ളേരിത്തെ സീരിയസ് ആയി. കുഴപ്പമായോ? എല്ലാവർക്കും ബലൂൺ വെച്ച് കിട്ടി തന്നിട്ട് പറഞ്ഞു, ബലൂൺ പൊട്ടാതെ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്ന ആൾ വിജയിക്കും. ഞാൻ നിങ്ങളോട് ബലൂൺ പൊട്ടിക്കാൻ എപ്പോഴാണ് പറഞ്ഞേ? അപ്പോൾ പിള്ളേർ പതിയെ മുഖത്തോട് മുഖം നോക്കി. ഇല്ല, അങ്ങനെ ഒരു കാര്യം പുള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ ബലൂൺ പൊട്ടാതെ നോക്കാൻ പറഞ്ഞിട്ട് പോയ സ്ഥിതിക്ക് വെറുതെ അവിടെ ഇരുന്നാൽ പോരായിരുന്നോ? എല്ലാവർക്കും വിജയികളാകാനായിട്ടൊരു സാധ്യതയുണ്ടായിരുന്നു. എല്ലാവർക്കും വിജയികളാകാനായിട്ടൊരു സാധ്യതയുണ്ടായിരുന്നു ഈ ക്ലാസ് മുറിക്കകത്ത്. എന്നിട്ട് നിങ്ങളിത് ആര് പറഞ്ഞിട്ടാണ്, ഇത് ആരംഭിച്ചത്? ഞാൻ മാത്രമേ വിജയിയാകാവുള്ളൂ എന്നൊരു തോന്നലിൽ നിന്നാണ് ഈ ഭാര്യ ആരംഭിച്ചത്. ഒരു വലിയ പാഠമായിരുന്നു ആ മാഷ് പഠിപ്പിച്ചത്. നമ്മുടെയൊക്കെ നിത്യജീവിതം നിറയെ ഈ സംഭവം അരങ്ങേറുന്നുണ്ട്. ഞാൻ മാത്രമാ മതി എന്നുള്ള ധാരണയിൽ എനിക്ക് പിന്നെ ചെയ്യാനുള്ള കാര്യം ഹാബേലെന്ന് പറഞ്ഞ ആളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അടുത്ത ഊഴം വരുമ്പോൾ അവനുണ്ടായ മാത്രമാണ് ദൈവത്തിന് അവൻ്റെയും എൻ്റെയും മാർക്ക് പിന്നീട് താരതമ്യം ചെയ്യേണ്ടി വരിക. ഞാൻ മാത്രമേ ഉള്ളെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായി. അങ്ങനെ എൻ്റെ ബലൂൺ സംരക്ഷിക്കാൻ ഞാൻ ശ്രമിക്കുന്നതിനേക്കാളും അപ്പുറത്ത് എൻ്റെ ലക്ഷ്യം അവരുടെ ബലൂണുകളൊക്കെ എങ്ങനെയെങ്കിലും അടിച്ച് കുത്തിപ്പൊട്ടിക്കുക. അപ്പോൾ ഞാൻ ഒരുത്തനെ ലക്ഷ്യമാക്കി ഓടുമ്പോൾ 10 പേര് എന്നെ ലക്ഷ്യമാക്കി ഓടുന്നുണ്ടെന്ന കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ നടന്ന ഒരു യുദ്ധഭൂമിക്ക് അവസാനം കുറേ പൊട്ടിത്തകർന്ന ബലൂണിൻ്റെ അവശിഷ്ടങ്ങൾ നിരന്നു കിടന്നു. എല്ലാവർക്കും തോറ്റതിൻ്റെ നിരാശയുണ്ട്, അവനെ ജയിപ്പിച്ചില്ലല്ലോ എന്നുള്ളൊരു സന്തോഷവുമുണ്ട്. ഇതാണ് ജീവിതം. നിങ്ങൾക്ക് വെറുതെ ഇരുന്നാൽ മതിയായിരുന്നു, എല്ലാവർക്കും വിജയിക്കായിരുന്നു. അപ്പോൾ എല്ലാവരും വിജയിക്കരുത് എന്നൊരു ചിന്തയുണ്ടോ? അതോടുകൂടി പകൽ മുഴുവൻ കേട്ട ക്ലാസ് ആയിരുന്നില്ല അവരെ ചലിപ്പിച്ചത്, അവരെ മാനസാന്തരപ്പെടുത്തിയത്. ഈ ഒരു കഥയായിട്ട് പോകരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനെ കുറേ കൂടി ഗൗരവത്തിലെടുക്കുക. ജീവിതത്തിൽ നമ്മൾ പ്രകാശിക്കുകയും ചെയ്യേണ്ടതിൻ്റെ സമയത്ത് നമ്മൾ എന്തുമാത്രം തകർച്ചയിലേക്കും അധപതനത്തിലേക്കും പരാജയത്തിലേക്കും ഒക്കെ പോവുക. അപ്പോൾ കുറേ കൂടി ഇത്തരം ഒരു ധാരണയിലും ഹൃദയവിശാലതയിലുമൊക്കെ ആവാനായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ? ആരോ ജനങ്ങൾ പാടിത്തുടങ്ങി, എന്ത്? ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. അവരവരുടെ ആവേശപ്പുറത്ത് പാടി ഒരു ചെറിയൊരു മുദ്രാവാക്യമോ പാട്ടുമായിട്ട് മാത്രം കാണേണ്ട കാര്യമാണ്. ശൗലിന് ഒരു വിധത്തിലും അത് തൻ്റെ ഒരു പുകഴ്ചയ്ക്ക് ഒരു ഹാനികരമാവുന്നൊരു കാര്യമേ അല്ല. മാത്രമല്ല, എനിക്ക് ശേഷം വരുന്ന ആൾ കുറേ കൂടി പ്രഗത്ഭനാകണം, കുറേ കൂടി സാമർഥ്യം ഉണ്ടാകണം, നല്ലതാണെന്ന് വിചാരിക്കാനായിട്ട് മനസ്സില്ല. ഒരു ദേവാലയത്തിൽ നിന്ന് ശുശ്രൂഷ കഴിഞ്ഞ് പോകുന്ന ഒരു വൈദികനെ സംബന്ധിച്ച് ഏറ്റവും ഒരു സങ്കടം എന്താ? ഒരു കഴിവുമില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത ഒരാളായിരിക്കണം ഇങ്ങോട്ട് വരുന്നതെന്നുള്ള കഠിനമായ പ്രാർത്ഥന. 3 വർഷമോ 5 വർഷമോ ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ അവിടുത്തെ കാലാവധി. 5 വർഷമോ 3 വർഷമോ നടത്തിയ പ്രാർത്ഥനയേക്കാൾ ആത്മാർത്ഥമായിട്ട് ആ വൈദികൻ പ്രാർത്ഥിക്കുന്നത് ഞാനൊരു സംഭവമാണെന്ന് പിന്നെ മനസ്സിലാക്കാൻ പാകത്തിന് ആ മാതിരി ഒരു സാധനം എനിക്ക് പുറകെ വരണമേ. അപ്പോൾ ഒരിക്കലും ഒരു മനുഷ്യനും തനിക്ക് ശേഷം വരുന്ന ഒരാളിൽ നിന്ന് തന്നേക്കാൾ നല്ലത് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പുതിയ പള്ളിയിലേക്ക് ചെന്ന് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? ഒരു പുരോഹിതൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് ഉദാഹരണം പറയാൻ പറ്റിയ അതായതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുക. ഇതിനു മുമ്പ് ഇവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരു പുതിയ മന്ത്രിസഭ രൂപപ്പെടുമ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിൻ്റെ ആരവം അവസാനിച്ചിട്ടില്ല. പൊതുവെ കേൾക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ 5 വർഷം കൂടുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനു മുമ്പ് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ശരിയായിരുന്നില്ല. എന്നുവെച്ചാൽ മുമ്പ് നടന്ന 5 വർഷക്കാലത്തിനുള്ളിൽ നടന്ന കാര്യങ്ങളൊന്നും ശരിയായിരുന്നില്ല. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഇതിനകത്തൊരു മണ്ടത്തരം ഉണ്ടെന്നും ഒരു അപഹാസ്യമായ കുറേ കാര്യങ്ങളുണ്ടെന്നും നാണം കെടുത്തുന്ന കാര്യങ്ങളുണ്ടെന്നൊരു ധാരണ നമുക്കില്ലാതെ പോകുന്നു. അപ്പോൾ ജീവിതത്തിലെ മത്സരങ്ങളെ ഒന്ന് വിട്ടിട്ട് പോകാനായിട്ടൊരു വിചാരമൊക്കെ വേണം. യോഹന്നാന് യേശുമൊക്കെ ആയിട്ട്, യോഹന്നാൻ മാത്രമല്ല 12 പേരുമുണ്ട്. അങ്ങനെ 13 പേരും ഒരു ഗ്രാമത്തിൽ പ്രവേശിക്കുമ്പോൾ പറയത്തക്ക സ്വീകരണമൊന്നും അവിടെ നിന്ന് കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞ് ഈ പാവം ശിഷ്യന്മാർക്ക് വലിയൊരു ആഗ്രഹമുള്ളത് ഇവൻ്റെ
ഇവന് കിട്ടുന്ന ഒരു സ്വീകരണമുണ്ട്, യേശുവിന് കിട്ടുന്ന ഒരു ആദരവും സ്വീകരണം അത് തങ്ങൾക്ക് കൂടിയാണ്. തങ്ങളെയാണ് സ്വീകരിക്കുന്നതൊക്കെ ഒരു വ്യാജ വിചാരത്തിലാണ് അവർ ജീവിക്കുന്നത്. ഓശാന കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം കഴുത വീണ്ടും രംഗത്തിറങ്ങി എന്ന് പറഞ്ഞൊരു കഥയുണ്ടല്ലോ. കഥയൊക്കെ തോന്നി ഇന്നലെ മുതൽ മനുഷ്യനെ ബുദ്ധി വെച്ചു, ഞാൻ ആരാന്ന് ജനത്തിന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഇന്നലെ എന്നെ തുണി വിരിച്ചും പൂക്കൾ വിരിച്ചും ശിഖരങ്ങൾ വെട്ടി വിരിച്ചും ഒക്കെ എന്നെ സ്വീകരിച്ചത്. ആ സ്വീകരണം നാളെ കിട്ടുമെന്ന് വിചാരിച്ച് കഴുത ഇറങ്ങിയ മാതിരി ഈ സ്വീകരണം മുഴുവൻ തനിക്കായിരുന്നു ധാരണ പലപ്പോഴും ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, ഈ ഗ്രാമം നമ്മൾ ഉചിതമായിട്ട് സ്വീകരിച്ചില്ല ഗുരു. അതുകൊണ്ട് പണ്ട് ഏലിയ ചെയ്ത പോലെ അഗ്നി ഇറങ്ങി ഇവരെ ദഹിപ്പിച്ചു കളയണം. എന്തൊരു മത്സര വീര്യമാണ് അത്. ഒരു നശീകരണ ബോധമുണ്ട് ഇവരുടെ ഉള്ളിൽ. ഏത് ആത്മാവാണ് ഇപ്പോൾ സംസാരിക്കുന്ന അറിയില്ല, ഏത് ആത്മാവാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങൾക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് യേശു നന്നായി ശക്തമായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ മത്സരങ്ങളുടെ ഇടയിൽ നിന്ന് നമുക്ക് ഒരു രക്ഷപ്പെടൽ ആവശ്യമാണ്. യോഹന്നാൻ്റെ തന്നെ സുവിശേഷം 5-ാം അധ്യായം ഒരു കുളക്കടവിൽ 38 വർഷം തളർന്നെടുക്കുന്ന ഒരു രോഗിയെക്കുറിച്ചൊരു പരാമർശമുണ്ട്. നമ്മൾ ഒരുപാട് തവണ വായിച്ചിട്ടുള്ളൊരു ഭാഗമാണ്, ഒരു നല്ല വേദഭാഗമാണ്. യേശു ചെയ്ത ഒരു നല്ല അത്ഭുതമാണ് അവിടെ വിവരിക്കുന്നത്. പക്ഷെ അത്ഭുത ഭാഗത്തേക്കല്ല ഞാൻ പ്രവേശിക്കുക, മറിച്ച് പറയാൻ ആഗ്രഹിക്കുക ഇത്രയേ ഉള്ളൂ. ആ ബെത്സദ കുളക്കരയിൽ കിടന്ന 38 വർഷമായിട്ട് തളർന്നു കിടന്ന രോഗിയുടെ അടുത്തേക്ക് യേശു വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം, സൗഖ്യമാകാനായിട്ട് താല്പര്യമുണ്ടോ? അപ്പോൾ ഇയാളുടെ മറുപടി, വെള്ളം കലങ്ങുമ്പോൾ വെള്ളത്തിലിറക്കാനായിട്ട് എനിക്ക് ആരുമില്ല, എനിക്ക് മുമ്പേ ആരെങ്കിലും ഇറങ്ങി സൗഖ്യം നേടും. അപ്പോൾ അവിടെ ഒരു മത്സരം നടക്കുന്നുണ്ടായിരുന്നു. അതിപ്പം എന്താ പറയുക, നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കയ്യൊക്കുള്ളവൻ കാര്യക്കാരനായിട്ട് മാറുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ സൗഖ്യം കിട്ടിയവർ പോലും പിന്നീടൊരു അവസരത്തിൽ ഈ കുളത്തിലെ വെള്ളം തീർത്ഥമാകുമ്പോൾ സൗഖ്യത്തിനുള്ള ഔഷധം നിറഞ്ഞതായി മാറുമ്പോൾ, കൃപ നിറഞ്ഞതാകുമ്പോൾ, ചൈതന്യം വന്ന് നിറയുമ്പോൾ, ഈ തളർവാദ രോഗം ഇത്രയും കൊല്ലമായിട്ട് ഇവിടെ കിടന്നൊരു ആണല്ലോ, ഒരാത്ത നരകിക്കുകയാണല്ലോ, തങ്ങൾക്കൊക്കെ സൗഖ്യം കിട്ടി രക്ഷപ്പെട്ടവരാണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഇവനെ ഒന്ന് വെള്ളത്തിലിറക്കാൻ സഹായിച്ചുകൂടാ? അപ്പോൾ ഒരു പരോപകാരം ചെയ്യില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയുണ്ട്. അപ്പോൾ ഓർക്കണം, നമ്മുടെ മത്സരം ജീവിതത്തിൽ ഏതെല്ലാം മേഖലകൾ വന്നെന്നറിയോ? 2 പേരൊന്ന് പിണങ്ങി എന്ന് വിചാരിക്കുക, കാര്യത്തിനോ, ചെറിയ കാര്യത്തിനോ വലിയ കാര്യത്തിനോ, തെറ്റിദ്ധാരണ പുറത്തു എങ്കിൽ പോലും ആ പിണക്കം ഒരു ഇണക്കമായിട്ട് മാറണം എന്ന് 2 പേർക്കും ഒരുപക്ഷെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇതിലാദ്യം ആരെങ്കിലും ഒന്ന് വന്നോട്ടെ എന്ന് വിചാരിച്ച് 2 പേരും വല്ലാത്തൊരു വാശിയിലിരിക്കുന്നുണ്ട്. ദാമ്പത്യങ്ങളിലെ കലഹങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒത്തിരി ഒരു വാശിയുടെയും കൂടെ പുറത്ത് നീണ്ടു പോകുന്നുണ്ട് കലഹങ്ങൾ. അതിൻ്റെ ഒരു അവസാനം സംഭവിക്കാതെ ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ കുറച്ചും കൂടി അതിന് മൂർച്ചയും വീര്യവും കൂടുന്നുണ്ട്. ഇവരത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും വൈകുന്നേരം മുതലത്തൊരു കലഹത്തിലായിരുന്നു. എന്നിട്ടോ അയാൾ അതുകൊണ്ട് നേരത്തെ കിടക്കാൻ തീരുമാനിച്ചു. അത്താഴവും എനിക്ക് വേണ്ട, പ്രതിഷേധിച്ച് കിടക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ഭാര്യ വന്ന് കിടക്കുമ്പോൾ കാണാൻ പാകത്തിന് തലയണയുടെ സൈഡിൽ കുറിപ്പെഴുതി വെച്ചു, 4 മണിക്ക് എന്നെ ഒന്ന് വിളിച്ചേക്കണം, എനിക്ക് ഇന്നടത്ത് പോകാനുള്ളതാണ്. ഇയാൾ കിടന്നുറങ്ങി. പിണക്കത്തിൻ്റെ ആ ഒരു പാരമ്യത്തിൽ പ്രതിഷേധ ഉറക്കം, ആഹാരമൊക്കെ നിരസിച്ചുള്ള ഒരു ഉറക്കം. എന്തായാലും അയാൾ കണ്ണു തുറക്കുമ്പോൾ നേരം വെളുത്തു. അയാൾക്ക് മനസ്സിലായി 4 മണിയല്ല, 5 മണിയല്ല, 6 മണിയല്ല, 7 മണിയായി. അയാൾ ചാടി എണീറ്റപ്പോൾ അപ്പുറത്ത് നന്നായിട്ട് ഭാര്യ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവളെ തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്ത് പണിയാണ് കാണിച്ചേ? കുറിപ്പ് കണ്ടില്ലായിരുന്നോ? ഭാര്യ പറഞ്ഞു, കണ്ടു. വായിച്ചില്ലേ? വായിച്ചു. മനസ്സിലായില്ലേ? മനസ്സിലായി. നിങ്ങൾ നോക്ക്. അയാൾ കിടന്ന് അപ്പുറത്തേക്ക് ആ സ്ത്രീ കൈയുണ്ടി. അവിടെ ഒരു കുറിപ്പുണ്ടായിരുന്നു, ചേട്ടാ 4 മണിയായി, എണീക്കൂ. കൊടുത്തത് കൊല്ലത്ത് കിട്ടുമെന്നൊക്കെ മലയാളികൾ പറയുന്ന മാതിരി എങ്ങനെ ചെയ്തോ അങ്ങനെ തന്നെ തിരിച്ചും വരികയാണ്. ആരും ഒരു വിധത്തിലും ഒരു കോംപ്രമൈസിന് തയ്യാറാവുന്നില്ല, ഒരു പൊരുത്തപ്പലിന് തയ്യാറാവുന്നില്ല. സഹിഷ്ണുത നമ്മൾക്കിടയിൽ നിന്ന് വല്ലാതെ കുറഞ്ഞു പോകുന്ന ഈ കാലത്ത്. വേറെ ആരും വേണ്ടേ ജീവിക്കാനായിട്ട്? ഒറ്റയ്ക്ക് നമുക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും? അപ്പോൾ ഒപ്പമുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അവസരം കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് നന്നായിട്ട് മനസ്സ് തുറന്ന് നമ്മളൊരാളെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? നന്നായിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളൊരാളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവാം. പക്ഷേ നമ്മുടെ തന്നെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, ഒരു പുരോഹിതനാണ്, വേറെ പുരോഹിതനെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമ്മൾ തന്നെ മേഖലകളിലുള്ള ഒരാളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് മനസ്സ്, അത് നിസ്സാരമല്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്,
ഭൂമിയിലെ മുഴുവൻ ഇടപാടുകൾക്കകത്തും ആവശ്യത്തിലധികം മത്സരത്തിൻ്റെ അളവ് കൂടുന്നു. എല്ലാ അർത്ഥത്തിലും മത്സരം പെരുകുമ്പോൾ സ്നേഹവും സഹിഷ്ണുതയും സഹാനുഭൂതിയും സാഹോദര്യവും ഒക്കെ നമ്മൾക്കിടയിൽ നിന്ന് നഷ്ടപ്പെടുന്നു. ഏശാവും യാക്കോബും ഒക്കെ തമ്മിലുള്ള ആ ഒരു ബന്ധം നമുക്ക് വഷളായത് എങ്ങനെയെന്നൊക്കെ നമുക്കറിയാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ വേട്ടയാടി മടങ്ങി വരുമ്പോൾ നിരാശയും വിശപ്പും ഒക്കെ നന്നായിട്ട് ഉണ്ടായിരുന്നു ചേട്ടന് ഏശാവിന്. എന്താ അവിടെ സംഭവിച്ചത്? ബുദ്ധിപൂർവം ജ്യേഷ്ഠാവകാശം പിടിച്ച് പറ്റിക്കൊണ്ട് ഒരു കപ്പ് പായസം കൊടുക്കുകയാണ്. അപ്പോൾ കച്ചവടം അത് അങ്ങേയറ്റം മത്സരഭാവത്തോടു കൂടി നടത്തുകയാണ്. പിന്നീടുണ്ടാകുന്ന ചതിവുകളുടെ തുടർച്ചയും അതിൻ്റെ അവസാനവും ക്ലൈമാക്സും ഒക്കെ പഴയ നിയമഭാഗം ഒന്ന് വെറുതെ വായിച്ചാൽ ആസ്വദിച്ച് നമുക്ക് കാര്യങ്ങളൊന്നും വായിക്കാൻ പറ്റും. നമ്മുടെ ജീവിതവുമായിട്ട് ഒത്തിരി വ്യത്യാസമൊന്നും ഈ കാര്യങ്ങൾക്കില്ല. ഇപ്പോൾ കലർപ്പും മായവും ഒക്കെ ബന്ധപ്പെട്ട് എന്തുമാത്രം ചർച്ചകൾ ഇക്കാലത്ത് രൂപപ്പെടുന്നുണ്ട്. എന്തുമാത്രം ചർച്ചകൾ! നമ്മൾ വാങ്ങുന്ന ഓരോ സാധനങ്ങൾക്കകത്ത് അതിൻ്റെ ഗുണാംശം ഇല്ലെന്ന് മാത്രമല്ല, മാരകമായ അസുഖങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്ന എന്തുമാത്രം വിഷാംശം കലർന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങൾക്കകത്തും. ലാഭം നേടാൻ വേണ്ടി മാത്രമല്ല, അമിതമായ ലാഭം നേടാൻ വേണ്ടിയും ആരെ എന്തു ചെയ്തും എങ്ങനെയും ലാഭമുണ്ടാക്കാനായിട്ട് ഒപ്പമുള്ളവർക്ക് കൂടി ഉള്ളതാണ് ഈ ജീവിതമെന്ന് ധാരണയില്ലാതാവുന്നു. ട്രഷർ ഇൻ ക്ലേ എന്ന് പറയുന്ന ഫുൾട്ടൻ ജേഷിൻ്റെ ഒരു പുസ്തകമുണ്ട്, ട്രഷർ ഇൻ ക്ലേ, മൺപാത്രത്തിലെ നിധി. അതിനകത്ത് ഇങ്ങനെ പസഫിക് സമുദ്രവും പസഫിക് ഐലൻഡുകളിലെവിടെയോ ഉള്ള ഒരു സമൂഹം ഭക്ഷണം കഴിക്കാനായിട്ട് അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. വിശക്കുന്ന ഒരാൾ കൂടി വന്നാൽ മാത്രമേ ഒരു ഭക്ഷണം കഴിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അത് വലിയൊരു പാപമാണെന്നൊരു വിചാരം അവരെ ബാധിക്കുന്നു. അത്രയേ ഉള്ളൂ. ഒറ്റയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം ഒരു വലിയ പാപമായിട്ട് അവർക്ക് തോന്നലും. അപ്പോൾ പങ്കിട്ട് ഭുജിക്കുമ്പോൾ മാത്രമാണ് അതൊരു അനുഭൂതിയായിട്ടും അനുഗ്രഹമായിട്ടും ഒക്കെ മാറുക. അപ്പോൾ പരസ്പരം ഒന്ന് പങ്കിടുന്ന അനുഭവത്തിലേക്ക് എത്താനായിട്ട് നമ്മളിന്ന് പഠിക്കണം. വിശുദ്ധ കുർബാനയിലൊക്കെ നിരന്തരം സംബന്ധിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. ആ കുർബാന അനുഭവിക്കാനായിട്ട് നമ്മൾ വരുമ്പോഴും എനിക്ക് തോന്നുന്നു ഒരു സ്നേഹമോ ഒരു ക്ഷമയോ സാവകാശതയോ ഒന്നും നമ്മുടെ ശരീരഭാഷയിലില്ല. എല്ലാത്തിലും നമുക്ക് ഭയങ്കര തിടുക്കവും ആണ്. അതായത് മത്സരത്തിൻ്റെ ഒരു പ്രകടനമായൊരു കാര്യമാണല്ലോ ഈ അമിതമായ തിടുക്കം. അപ്പം എല്ലാവർക്കുമായിട്ട് വിഭജിക്കപ്പെടുന്നു എന്നുള്ളതാണ് വിശുദ്ധ കുർബാനയുടെ ഒരു സവിശേഷത. ഒരപ്പം എല്ലാവർക്കുമായിട്ട് വിഭജിക്കപ്പെടുന്നു, എല്ലാവരും പരിഗണിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും അതിന് അർഹതയും അവകാശവും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഓരോ വിഭവങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മാത്രമുള്ളതല്ല, ഇത് കഴിഞ്ഞ തലമുറ കരുതി വെച്ചതും വരുന്ന തലമുറയ്ക്ക് നമ്മൾ കൈമാറേണ്ടതുമാണെന്നുള്ള ഒരു ധാരണ വേണ്ട നമുക്ക്. ഡൊമിനിക് ലാപ്പിയറിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഭോപ്പാലിൽ അന്ന് സംഭവിച്ചത് എന്ന് പറയുന്നത്. ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ഭോപ്പാലിൽ അന്ന് സംഭവിച്ചെന്ന് ഡൊമിനിക് ലാപ്പിയർ നല്ലൊരു പുസ്തകമാണ്. മലയാളത്തിൽ അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾക്ക് മീതെ മനുഷ്യൻ നടത്തുന്ന കടന്നുകയറ്റം, ഈ ഒരു കാലാവസ്ഥയുടെ വ്യതിയാനം, രൂക്ഷമായ ജലക്ഷാമം മുതലായ പ്രതിസന്ധികളൊക്കെ രൂപപ്പെട്ടത് എങ്ങനെയാണ്? ഈ കഠിനമായ ചൂട് കേരളത്തെ ഒരു മരുഭൂമി പോലെ ആക്കി മാറ്റി. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ മത്സരത്തിൻ്റെ അമിത പ്രശ്നം കൊണ്ട് സംഭവിച്ചതാണ് പറഞ്ഞു വരിക. ഇത് തിരികെ മത്സരഭാവം വിട്ട് ദാസനും യജമാനനും തമ്മിലുള്ള ഒരു ബന്ധത്തിനകത്ത് യജമാനന് ദാസനായിട്ട് മാറണമെന്ന് യേശു ഓർമ്മപ്പെടുത്തി. ഞാൻ വന്നത് ശുശ്രൂഷ ചെയ്യാനാണ്, മറിച്ച് ശുശ്രൂഷ സ്വീകരിക്കുവാനല്ല. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ താഴാഴ്മയോടും സ്നേഹത്തോടും ഒന്ന് വിനയപ്പെടാനും വിധേയപ്പെടാനുമായിട്ട് യേശു തൻ്റെ അവസാന അത്താഴ അവസരത്തിൽ പോലും അത് അവരെ പഠിപ്പിച്ചു, ഒരു നല്ല മാതൃക കാണിച്ചു. അങ്ങനെ ഒന്ന് സ്വയം ചെറുതാകാനായിട്ട് ഓട്ട മത്സരത്തിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എല്ലാവരും പിന്തള്ളി മുന്നേറുമ്പോൾ അവർക്കും തോന്നേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും ജയിക്കാൻ ചില സാധ്യതകളുണ്ട് ഇതിനകത്ത്. എല്ലാവരും അവരവരുടെ ബലൂൺ സംരക്ഷിച്ചാൽ മതി. മറ്റുള്ളവരുടെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് അവിടെ ജയവും പരാജയവും ഒക്കെ വല്ലാതെ നമ്മൾ ഓരോരുത്തരെ ബാധിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യും. യേശു
ഭൂമിക്ക് കൈമാറിയ ഒരു സ്വസ്ഥതയുടെ, സമചിത്തതയുടെ, ശാന്തതയുടെയൊക്കെ ജീവിതക്രമമുണ്ട്. എല്ലാ വിഭവങ്ങളും എല്ലാവർക്കും ആവശ്യത്തിനുണ്ട്. അവരവരുടെ അത്യാഗ്രഹത്തിന് ആർത്തികത തികയത്തില്ല എന്ന് ഗാന്ധിജി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വിഭവങ്ങളുടെ പരിമിതികൾ മനസ്സിലാക്കി ആ പരിമിതമായ സൗകര്യങ്ങളിലൊക്കെ നമുക്കൊന്ന് വിശ്രമിക്കുവാനും ആശ്വസിക്കുവാനും നന്നായിട്ട് ആസ്വദിക്കുവാനുമായിട്ട് സാധിക്കട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. Everybody